അക്രമം കണ്ട് മനസ്സ് വേദനപ്പെടുകയാണ്. എന്ത് സമാധാനമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലിനും നേടാനുള്ളത്? നമുക്ക് പാഠമായ 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും അവസാനിക്കുമ്പോൾ 5 കോടിയോളം വരുന്ന പാവങ്ങളായ ജനങ്ങളുടെ മരണങ്ങളാണ് ബാക്കി പത്രമായത്. അതിൽ 3 മടങ്ങിലേറെ വരുന്ന പാവങ്ങള് വികലാംഗരായി, അംഗവൈകല്യമുള്ളവരായി മരിച്ച് ജീവിക്കുകയായിരുന്നു. അതേസമയം ഗസ തെരുവോരത്ത് മനുഷ്യർ അവരുടെ പ്രാഥമിക വികാരമായ വിശപ്പ് സഹിക്കാൻ പറ്റാതെ അവിടെ പിടയുകയാണ്. തകർന്ന തരിപ്പടമായ കെട്ടിടങ്ങൾക്ക് കീഴിൽ കുട്ടികളുടെ നിലവൊച്ചകളാണ് കേൾക്കുന്നത്. തന്റെ കുടുംബവും തന്റെ എല്ലാം നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയുന്ന കുട്ടികളാണ് നാം കാണുന്നത്. മാത്രമല്ല, വെടിയുണ്ടകളേറ്റ് പിടയുന്ന ശരീരങ്ങൾ എത്ര. ഇനിയും നമ്മൾ ശബ്ദമുയർത്തിട്ടില്ലെങ്കിൽ ഇനിയും എത്ര ഹിന്ദു റജബിനെ നമുക്ക് കാണണം, ഇനിയും എത്ര സൽവയെ പോലെ കുട്ടികളെ നമുക്ക് കാണണം. ഇവരുടെ നമ്പരം അറിയണമെങ്കിൽ നാം ഒരു മുസ്ലിം ആവണമെന്നോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ പെടണമോ എന്നില്ല. മനുഷ്യത്വം ഇത്തിരിയുള്ള ഒരു മനുഷ്യരായാൽ മതി. കാരണം അവരുടെ നൊമ്പരങ്ങൾ അത്രമാത്രമാണ്, വേർപാടുകൾ അത്രമാത്രമാണ്. ചിന്തിക്കുക, മനുഷ്യരാണോ അല്ലയോ എന്ന്.